ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് PSC പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണേ. അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് KSRTCയുടെ ഗുഡ് വിൽ അംബാസഡറായി 2026 ജനുവരിയിൽ നിയമിതനായത് ആര്? ഉത്തരമായിട്ട് വരുന്നത് മോഹൻലാലാണ്. അതായത് KSRTCയുടെ ഗുഡ് വിൽ അംബാസഡറായി 2026 നിയമിതനായത് ആര് എന്ന് ചോദിച്ചാൽ മോഹൻലാലാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, 2025 വയലാർ അവാർഡ് അല്ലെങ്കിൽ 49ാമത്തെ വയലാർ അവാർഡ് ആർക്കാണ് ലഭിച്ചത് എന്ന് ചോദിച്ചാൽ സന്തോഷ് കുമാറിനാണ് ഉത്തരമായിട്ട് എഴുതേണ്ടത്. അദ്ദേഹത്തിൻ്റെ തപോമയിയുടെ അച്ഛൻ എന്ന് പറയുന്ന നോവലിനാണ് 2025 വയലാർ അവാർഡ് ലഭിച്ചത്. അതായത് അത് 49ാമത്തെ വയലാർ അവാർഡ് കൂടിയാണ്. അതൊന്ന് ഓർത്തിരിക്കുക. രണ്ട് രീതിയിൽ ചോദ്യങ്ങൾ വരാം. ഇനി അടുത്ത ചോദ്യം, 2030 ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൻ്റെ നടത്തിപ്പിനായി രൂപീകരിച്ച പ്രത്യേക നിർവഹണ ഏജൻസി അതായത് SPVയുടെ അധ്യക്ഷയായി ചുമതലയേറ്റത് ആര്? ഉത്തരമായിട്ട് വരുന്നത് PT ഉഷയാണ്. അടുത്ത ചോദ്യം, സമുദ്ര മലിനീകരണം തടയുന്നതിനായി 2026 ജനുവരിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത കപ്പൽ ഏത്? ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത്. ഇതിന് ഉത്തരമായിട്ട് വരുന്നത് ICGS സമുദ്ര പ്രതാപ് ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഒന്നുകൂടി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. സമുദ്ര മലിനീകരണം തടയുന്നതിനായി, ഓർത്തിരിക്കുക, സമുദ്ര മലിനീകരണം തടയുന്നതിനായി 2026 ജനുവരിയിൽ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് കമ്മീഷൻ ചെയ്ത കപ്പൽ ഏതെന്ന് ചോദിച്ചാൽ ICGS സമുദ്ര പ്രതാപ്. അടുത്ത ചോദ്യം, ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ 1000 സെക്കൻഡുകളിൽ ബഹിരാകാശ പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ഉപകരണം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഡെക്സ് ആണ്. ഡെക്സ്റ്റ് എക്സ്പെരിമെൻ്റ് എന്നാണ് ആ ഒരു ദൗത്യത്തിൻ്റെ പേര്, ഉപകരണത്തിൻ്റെ പേര്. ഇത് ISROയുടെ പോയം എന്ന ദൗത്യത്തിൻ്റെ ഭാഗമായി നടത്തിയ പരീക്ഷണമാണ്. അതിൻ്റെ വിജയം കൊണ്ടൊരു പരീക്ഷണമാണ്. അതായത് ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഓരോ 1000 സെക്കൻഡിലും ബഹിരാകാശ പൊടിപടലങ്ങൾ പതിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ഉപകരണമാണ് ഏത്? ഡെക്സ്. അത് ഏത് പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ ISROയുടെ പോയം എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ആരാണ്? ഉത്തരമായിട്ട് വരുന്നത് ഡോക്ടർ രത്തൻ U കേൽക്കർ. അടുത്ത ചോദ്യം, ഏത് നിയമത്തിലാണ് റോമിയോ ജൂലിയറ്റ് ചട്ടം ചേർക്കാൻ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയത്? ഉത്തരമായിട്ട് വരുന്നത് പോക്സോ നിയമത്തിൽ. അതായത് കൗമാരക്കാരുടെ ആത്മാർത്ഥമായ പ്രണയങ്ങൾ പോക്സോ നിയമത്തിൻ്റെ കുരുക്കിൽപ്പെടാതിരിക്കാനാണ് ഈ ഒരു റോമിയോ ജൂലിയറ്റ് ചട്ടം കേന്ദ്ര സർക്കാർ പോസ്കോ നിയമത്തിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശിച്ചത്. ഇനി അടുത്ത ചോദ്യം, മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ മത്സരത്തിന് അർഹത നേടിയ 2 ഇന്ത്യൻ സിനിമകൾ ഏതെല്ലാം? അപ്പോൾ 2 അറിഞ്ഞിരിക്കണം. ഏതാണെന്ന് വെച്ചാൽ കാന്താര ചാപ്റ്റർ 1ഉം തൻവി ദി ഗ്രേറ്റുമാണ് ആൻസറായിട്ട് വരുന്നത്. ചോദ്യം ഒന്ന് വായിക്കാം. മികച്ച ചിത്രത്തിനുള്ള ഓസ്കാർ മത്സരത്തിന് അർഹത നേടിയ 2 ഇന്ത്യൻ സിനിമകൾ ഏതെല്ലാം? ഉത്തരം വരുന്നത് കാന്താര ചാപ്റ്റർ 1ഉം തൻവി ദി ഗ്രേറ്റും. ജനുവരിയിൽ അമേരിക്കയിൽ വീശിയ ശീത കൊടുങ്കാറ്റ് ഏതാണ്? ഉത്തരമായിട്ട് വരുന്നത് എസ്ര ആണ് കറക്റ്റ് ആൻസർ. 2026 ജനുവരി അമേരിക്കയിൽ വീശിയ ശീത കൊടുങ്കാറ്റിൻ്റെ പേരാണ് എസ്ര. അടുത്ത ചോദ്യം, കേരള ഗവർണർ ആരാണ്? ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? ഉത്തരമായിട്ട് വരുന്നത് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അടുത്ത ചോദ്യം, 2026 കേരള സയൻസ് കോൺഗ്രസ്, അതായത്
ഇതിപ്പോൾ 38ാമത്തെ സയൻസ് കോൺഗ്രസ് ആണ്. വേദിയാക്കുന്ന ജില്ല ഏത്? ഉത്തരമായിട്ട് വരുന്നത് എറണാകുളമാണ്. അടുത്ത ചോദ്യം, 2026 കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ പ്രവർത്തിക്കുന്ന ജില്ല ഏത്? ഉത്തരം എറണാകുളം. നേരത്തെ ചോദ്യം എറണാകുളം തന്നെയായിരുന്നു ഉത്തരം. അതായത് 2026 കേരള സയൻസ് കോൺഗ്രസ് വേദിയാക്കുന്ന ജില്ല ഏതെന്ന് ചോദിച്ചാൽ എറണാകുളം. അതുപോലെ തന്നെ 2026 കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ സ്റ്റാർട്ടപ്പുകളുള്ള കേരളത്തിലെ ജില്ല, പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസറും എറണാകുളം തന്നെയാണ്. പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നാണ്? ഉത്തരമായിട്ട് വരുന്നത് 2025 സെപ്റ്റംബർ 2 അത് 2025 എൻഡിങ്ങിനോടുകൂടിയാണ്. അപ്പോൾ അതൊന്ന് ഓർത്തിരിക്കുക, കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചോദിക്കാം. പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത് 2025 സെപ്റ്റംബർ 22 അടുത്ത ചോദ്യം, 2026 ജനുവരിയിൽ മലിനജലം കുടിച്ചതുമൂലം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട മധ്യപ്രദേശിലെ നഗരം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഇൻഡോർ ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 2026 ജനുവരിയിൽ മലിനജലം കുടിച്ചതുമൂലം നിരവധി ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട മധ്യപ്രദേശിലെ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ഇൻഡോർ. അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ലോകത്തിൽ ഏറ്റവും കൂടുതൽ അരി ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത്? ഉത്തരമായിട്ട് വരുന്നത് ഇന്ത്യയാണ്. 2ാം സ്ഥാനം ചൈനയ്ക്കാണ്. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം.